ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇടയിൽ 2 ടൈപ്പ് മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട് എന്നാണ് പറയാറുള്ളത്. ഒന്ന് ഫിക്സ്ഡ് മൈൻഡ് സെറ്റും 2 ഗ്രോത്ത് മൈൻഡ് സെറ്റും. പണ്ടുപോലെ നമ്മൾ കേൾക്കുന്നൊരു കാര്യമുണ്ടല്ലോ, ഉള്ളതിൽ തൃപ്തിപ്പെട്ടു പോവുക, ഉള്ള ജോലി, ഇപ്പോൾ കിട്ടിയ പഠനം ഇതെല്ലാം ഇപ്പോൾ എന്താണോ ഉള്ളത് അതിലങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോവുക. അതായത് ഈ ഫിക്സ്ഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ എപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കും. അത് 20 വർഷമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും, എന്നാലും വീണ്ടും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റിലുള്ള സ്കോപ്പ് നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട്, അവരാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ. അവർ ഉള്ളതിൽ താങ്ക്ഫുൾ ആയിരിക്കുകയും ചെയ്യും, ഒപ്പം പുതിയത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യും. അതായത് അവരെ സംബന്ധിച്ചുള്ള പുതിയ ചലഞ്ചസ് ഏറ്റെടുക്കാൻ തയ്യാറാവും. അതുകൊണ്ട് തന്നെ അവരുടെ പല ഏരിയാസ് ഓഫ് ലൈഫ് നമ്മൾ നോക്കിയാലും അതവരുടെ കരിയർ ആയിരിക്കാം, അവരുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ആയിരിക്കാം, അവരുടെ റിലേഷൻഷിപ്പിലായിരിക്കാം, എല്ലാത്തിലും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് ഡെയിലി കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇനി വരുന്ന പുതിയ വർഷത്തിൽ 2026 ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.